ഹലോ. മൂത്തോൻ എന്ന സിനിമയ്ക്ക് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ടോക്സിക്. കന്നഡ സൂപ്പർ സ്റ്റാർ യഷ് നായകനാവുന്ന ചിത്രത്തിൻ്റെ തിരക്കഥ ഗീതു മോഹൻദാസും യഷും ചേർന്നാണ്. 2022 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് പടം KGF 2 ശേഷം യഷ് നായകനാകുന്ന ഈ സിനിമയുടെ നിർമ്മാണ പങ്കാളിയുമാണ് യഷിൻ്റെ മൈൻ പ്രൊഡക്ഷൻസ്. KVN പ്രൊഡക്ഷൻസാണ് സഹനിർമ്മാണം. സിനിമയുടെ ഛായാഗ്രാഹകനായി രാജീവ് രവിയും ഉണ്ട്. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്നാണ് ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ. 1950കൾക്കും 80കൾക്കും ഇടയിലുള്ള മയക്കുമരുന്ന് മാഫിയെ കേന്ദ്രീകരിച്ചാണ് ചിത്രം നടക്കുന്നത്. തുടക്കം മുതൽ ചിത്രത്തെ പിന്തുടർന്ന വിവാദങ്ങളുമുണ്ട്. ബാംഗ്ലൂരിലെ പീനയിലെ HMT കോമ്പൗണ്ടിലെ 100 കണക്കിന് മരങ്ങൾ ചിത്രീകരണത്തിനായി വെട്ടുമാറ്റിയെന്ന വിവാദത്തെ തുടർന്ന് ഇടയ്ക്ക് ചിത്രീകരണം നിർത്തിവച്ചിരുന്നു. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പ്രൊമോയിൽ നായകനായ യഷ് സ്ത്രീകളെ എടുത്ത് ഉയർത്തുന്നതും അവരുടെ ദേഹത്ത് മദ്യം ഒഴിക്കുന്നതുമായ രംഗങ്ങളുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇതിനെ കടത്തിവെട്ടുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിയ ടീസറിൽ ഉള്ളത്. ആക്ഷനും മാസും ഒപ്പം സെക്സും കൂട്ടിച്ചേർത്താണ് ടീസർ പുറത്തിറക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ നായകൻ്റെ ഇൻട്രോ സീനും ഗീതു മോഹൻദാസിൻ്റെ മുൻ നിലപാടുകളുമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. നേരത്തെ ടോക്സിക്കിൻ്റെ ആദ്യ ടീസർ റിലീസിന് പിന്നാലെ ഗീതു മോഹൻദാസിനെതിരെ വിമർശനവുമായി സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ രംഗത്തെത്തിയിരുന്നു. തൻ്റെ കസബ എന്ന സിനിമയിലെ സ്ത്രീവിരുദ്ധതയുടെ പേരിൽ വിമർശിച്ച അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നാണ് നിതിൻ പറഞ്ഞത്. സിനിമ നിരവധി റീഷൂട്ടുകളിലൂടെയും സ്ക്രിപ്റ്റ് മാറ്റങ്ങളിലൂടെയും കടന്നുപോയത് കാലതാമസത്തിനും ബജറ്റ് കൂടാനും കാരണമായതായും റിപ്പോർട്ടുണ്ട്. ഗീതു മോഹൻദാസിൻ്റെ കലാസൃഷ്ടി ശൈലി എങ്ങനെ ഒരു വാണിജ്യ ഗാങ്സ്റ്റർ സിനിമയ്ക്ക് ഇണങ്ങുമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ആരാധകർക്ക് സിനിമയെക്കുറിച്ച് സമ്മിശ്ര പ്രതീക്ഷയാണ് ഉള്ളത്. ചിലർ ഒരു തകർപ്പൻ സിനിമ പ്രതീക്ഷിക്കുന്നു, മറ്റു ചിലർക്ക് സിനിമ തകരുമോ എന്ന പേടിയും. ഇതിനിടെ യഷിന് ജന്മദിന ആശംസകൾ നേർന്ന സംവിധായക ഗീതു മോഹൻദാസ്. കഴിവിൻ്റെയും സൂപ്പർ സ്റ്റാർഡമിൻ്റെയും അസാധാരണ ഉജ്ജ്വലമായ കൂടിച്ചേരലാണ് യഷ്. ടോക്സിക് മറ്റേതൊരു സിനിമയും പോലെയല്ലെന്നും യഷിൻ്റെ ലെഗസിയിലെ പ്രധാനപ്പെട്ട ഒരു ഏടായിരിക്കുമെന്നുമാണ് ഗീതു മോഹൻദാസ് പറയുന്നത്. ഞങ്ങൾക്കിടയിലെ വിശ്വാസത്തിലും കലയിലും പങ്കിട്ട സൗഹൃദത്തിലും തനിക്ക് അതിയായ കൃതജ്ഞത ഉണ്ടെന്നും ഗീതു മോഹൻദാസ് പറഞ്ഞു. ഇത് ഒരു കന്നഡ ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലറാണ്. നയൻതാര, കിയാര അദ്വാനി, രുക്മിണി വസന്ത്, ഹുമ ഖുറൈശി തുടങ്ങിയവരാണ് നായികമാർ. മുതിർന്നവർക്കുള്ള ഈ യക്ഷിക്കഥയുടെ പശ്ചാത്തലം ഗോവയാണ്. 2026 മാർച്ച് 19 സിനിമയുടെ റിലീസ്. KGF പോലെ പടം ഒരു വമ്പൻ ഹിറ്റാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.